അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ? ചോദിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചോദിക്കുകയാണ്. അയാൾ MLA ആയില്ലേ? ഇനി അയാൾക്ക് എന്താ വേണ്ടത്? ഇത് അൺമാർക്സിയനാണ് ഈ വാദഗതി. ഇതിനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല. മരിക്കുന്നതിനുമേ ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു. സ്റ്റാലിൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. സോഷ്യലിസ്റ്റ് ഡെമോക്രസിയാണ്, പാർലമെന്റ് ഡെമോക്രസി അല്ല. മാവോ ആയിരുന്നു, കാസ്ട്രോ ആയിരുന്നു, ഹോച്ചിമിനായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം ഇരുന്നല്ലേ, താഴെ ഇറങ്ങുകളാമെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയുമായിരുന്നു. ഇന്നും ലോകം അവരെ ബഹുമാനിക്കുന്നു. അവർ ചെയ്തതിൻ്റെ പേരിലാണ്. നിങ്ങൾ എത്ര ഇവിടെ ആയി എന്നുള്ളതല്ല, എത്ര ഇവിടെ ആയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ഥാനം ഉപയോഗിച്ച് എന്ത് ചെയ്തു, നാട്ടുകാർക്ക് എന്ത് ചെയ്തു? 2 തവണ കൂടുതൽ മന്ത്രിമാരായവരില്ലേ? എൻ്റെ കൂടെ 2 തവണ മന്ത്രിയായ ആളല്ലേ ഐസക്. അയാളോട് എന്തായാലും ചോദിക്കാത്തത്? അയാളോട് എന്തായാലും ചോദിക്കുക? അല്ല, പാർലമെൻറ്റ് പരിശീലിപ്പിച്ചല്ലേ പോകുന്നവരിപ്പോൾ എന്താ ചോദിക്കാത്തത്? ആരിപ്പോൾ 3 തവണ അസംബ്ലി ജയിച്ചു, 2 തവണ പാർലമെൻറ്റ് മത്സരിച്ച് ഒരിക്കലും തോറ്റു, 4 തവണ തുടർച്ചയായിട്ട് ജയിച്ചു. എന്താ അയാളോടൊന്നും ചോദിക്കാത്തത്? ചോദിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അപ്പോൾ എന്നോട് ചോദിക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ പേരിലൊന്നുമല്ല എൻ്റെ പ്രശ്നം. എനിക്കത് പ്രശ്നമല്ല. മത്സരിച്ചാൽ ജയിക്കുന്നവരെ മത്സരിപ്പിച്ചാൽ സീറ്റ് കിട്ടുമെന്നുള്ള തത്വം എല്ലാവരും പറയുന്നുണ്ട്. അത് മാത്രം ആലോചിച്ചാൽ മതി. ജയിക്കണം, പാർട്ടി ലൈനിൽ നിയമസഭയിൽ പോയി പ്രസംഗിക്കണം. ഏത് നെറ്റിപ്പട്ടം കിട്ടിയ ഭൂഷാവ പ്രഭാഷകന് മുമ്പിൽ തോൽക്കാതെ സംസാരിക്കാൻ കഴിയണം. അല്ലാതെ അയാളെ 2 ചീത്തയും വിളിച്ച് പൂവി ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. ആശയപരമായി നേരിടണം. അങ്ങനെ ഒരു തലമുറയുടെ അവസാനം വന്ന ആളാണ് ഞാൻ. 10-63 വർഷം അത് ചെയ്തു, നിയമസഭയിലും ചെയ്തു. എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നത്. അതറിയാൻ പാടില്ലാത്തവർ തന്തയ്ക്ക് പിടിക്കും, അത്രയേ ഉള്ളൂ. എന്താ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാനം കുത്തുക. അതുകൊണ്ട് മുതുകുളം എന്നൊരു സ്ഥലത്ത് ജനറൽ ബോഡി കിടക്കാണ് പാർട്ടിയുടെ. നല്ല മിടുമിടുക്കന്മാരായ വരെ SFI പ്രവർത്തകരായ ചെറുപ്പക്കാരായ ജനറൽ ബോഡിയിൽ പാർട്ടി മെമ്പേഴ്സായി ഉണ്ടായി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ഒരാൾ മുതുകുളത്തുകാരൻ, അന്നത്തെ SFI അയാളുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റങ്ങ് ചോദിച്ചു, ഈ റിപ്പോർട്ടർ ഇങ്ങനെ വന്ന സഖാവിനോട് ചോദിച്ചു, ഈ ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചത് ഏത് വൈരുദ്ധ്യത്തിൽ പെടുമെന്ന് ചോദിച്ചു. 4 വൈരുദ്ധ്യങ്ങളാണ് ഉള്ളത്. ഇറങ്ങിപ്പോടാ, കഴിവറടാ പോലെ മറുപടിയാണ്. ഞങ്ങൾക്ക് പറയാറിയില്ല. അവനെ ചീത്ത വിളിച്ച് ഇറക്കി വിട്ടു. ഇയാൾക്ക് അറിയത്തില്ല എന്താ പറയണത്. ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചതൊരു വൈരുദ്ധ്യമാണെങ്കിലും അതൊരു മേജർ കോൺട്രഡിക്ഷൻ അല്ല. 4 മുഖ്യ വൈരുദ്ധ്യത്തിൽ അത് വരില്ല. 2 സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ്. കുടുംബക്കാർ നമ്മുടെ വഴക്കാണ്. അത് പറഞ്ഞു അങ്ങനെ ജനങ്ങളുടെ തമ്മിൽ വേലി തർക്കം ഉണ്ടാവും. അതെങ്ങനെ പരിഹരിക്കേണ്ടത്? വൈരുദ്ധ്യമാണ്. പക്ഷേ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം പോലെയോ, 3-4 ലോക രാജ്യങ്ങളും സാമ്രാജ്യത്വം വൈരുദ്ധ്യങ്ങളും മൗലിക വൈരുദ്ധ്യമല്ല. അത് തീർക്കും. അതിനാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യമൊന്നും പറഞ്ഞത്. അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജനങ്ങളുടെ ഇടയിൽ പല തർക്കമുണ്ട്. അതിനെ വിരോധപരമായി കാണാതെ പറഞ്ഞ് പരിഹരിക്കണം. അത് പരിഹരിക്കാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ ഇടയിലെ വൈരുദ്ധ്യം. മറ്റേ 4 മേജർ വൈരുദ്ധ്യം പറഞ്ഞ് പരിഹരിക്കാനേ ആവില്ല. ഒന്ന് തോറ്റൊന്ന് ജയിച്ചാലേ തീരൂ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാവണം. അതുകൊണ്ട് മന്ത്രിയായില്ലേ, MLA ആയില്ലേ, അവിടെ എന്താ കുഴപ്പം ചെയ്യേ? നല്ല റോഡും നല്ല പാലും നല്ല സർക്കാർ കെട്ടിടവും ഒക്കെ വന്നില്ലേ? ഓരോന്നും ഞാൻ പറയണ്ടല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം പണിഞ്ഞല്ലേ കഴിഞ്ഞ ഗവൺമെൻറ്. AC റോഡ് 1000 കോടി രൂപയാണ് അനുവദിച്ചത്. മുഖ്യമന്ത്രി തലക്കെട്ടിയുടെ ഒരു അധ്യക്ഷനായിരുന്നു. പക്ഷേ 752 കോടിയിലങ്ങ് നിർത്തി. അതിലങ്ങ് നിർത്തി. മൊത്തം പൈസ ചെലവഴിച്ചിട്ടില്ല. എന്തായാലും മേജർ സ്റ്റേറ്റ്, കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് ഹൈവേ കുറച്ചുകൂടെ വീതിയിലൊക്കെ എടുക്കാമായിരുന്നു. ഇരിക്കട്ടെ, ചെറിയ കാര്യമാണ് അത്. അതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷം തന്നെ അമ്പലപ്പുഴ തിരുവല്ല റോഡ് പഠിച്ചില്ലേ?
ഇതുപോലെ തന്നെ ഇപ്പം അമ്പലപ്പുഴ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡായില്ലേ? ഏത് റോഡാവാത്ത? തീരദേശ റോഡ് വരുന്നില്ലേ? അവിടെ മലയോര ഹൈവേ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേശീയപാതയ്ക്ക് തന്നെ 2021 വരെ ദേശീയപാത സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരുന്നു. കേന്ദ്രത്തിൻ്റെ ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് കൺട്രോളിലായിരുന്നു. അതായത് സ്റ്റേറ്റ് ചെയ്തോണ്ട് പണം ഒരു തരും. അപ്പോൾ നമ്മുടെ വകുപ്പ് അത് ചെയ്തുകൊണ്ടിരുന്നു. അത് 6 വരിയാക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു. അതിൻ്റെ എല്ലാ ഡിസൈനിങ്ങും തയ്യാറാക്കി. 75,000 കോടി രൂപ ചിലവാകും. അതിന് 50% നമ്മൾ എടുക്കണമെന്നായി കേന്ദ്ര ഗവൺമെൻറ്. അങ്ങനെ തന്നെ എടുക്കണം. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് മുഴുവൻ എടുക്കേണ്ടത്. അവരുടെയാണ്. മുഖ്യമന്ത്രി പിണറായി സാഹിബ് എന്നെയും കൂട്ടി മോഡിയെയും ഗഡ്കരിയെയും കണ്ടു. ഞങ്ങൾ ഈ ഡിസൈൻ അറിയിച്ചു. പിന്നെ അത് 25%. അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് കിട്ടാതെ വന്നാലോ. 6,500 കോടി രൂപ പിഴപൊടി കെട്ടിവെച്ചു. ജർമ്മൻ ബാങ്കിൽ നിന്ന് ഞങ്ങൾ ലോൺ എടുത്തു. 3% ഉണ്ട് പലിശ. പണം കെട്ടിയിട്ടിരിക്കുക അവിടെ. അപ്പോൾ എടുത്താൽ മതി. അതിന് ഞങ്ങൾ ഗവൺമെൻറ്റല്ലേ ജാമ്യം. ഗവൺമെൻറ് ആയതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ 6,500 കോടി രൂപ കെട്ടിവെച്ചാണ് ഇതിലുള്ള ഏർപ്പാടാക്കിയത്. ആ ഗവൺമെൻറ് കാലത്ത് ആ പലപാട് കുറച്ച് സ്ഥലം പൂർത്തിയായിട്ടു. ഇപ്പോൾ ഇതിന് ഏകദേശം പകുതിയോളമായി. 1.5 വർഷം കൊണ്ട് പൂർത്തിയാവും. അത് അവിടെ ധാരണ സ്ഥിതി ചെയ്യുന്ന. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ദീർഘിപ്പിക്കുക. എത്രയോ പാലങ്ങൾ, റോഡ്. ഈ താലൂക്കിൽ തന്നെ 14 പാലമാണ്. കുട്ടനാട്ടിൽ 18, 16 പാലം ചെങ്ങന്നൂരിൽ. വലിയ പെരുമ്പളം പാലം അടക്കം. ഒരു ചേർത്തല ഭാഗത്ത് വേറൊരു പാലം കൂടെ പഠിച്ചിട്ടുണ്ട്. പൂർത്തിയായി. അങ്ങനെ 64 പാലം ഈ ജില്ലയിൽ ഡിസൈഡ് ചെയ്ത് കൊടുത്തു. 500 പാലം കേരളത്തിൽ. ഇതൊക്കെ ചെറിയ കാര്യമാണ്. 5 വർഷം കൊണ്ട് എന്തുമാത്രം അധ്വാനിച്ചു ഇതിനു വേണ്ടി, എന്തുമാത്രം കഷ്ടപ്പെട്ടു. അതൊന്നും പ്രശ്നമല്ല. എത്ര തവണ മന്ത്രിയായി, എത്ര തവണ MLA ആയി. വേറെ ആരെല്ലാം മന്ത്രി MLA ഐസക്കായില്ലേ, ആരിഫായില്ലേ, മന്ത്രിയായിട്ടെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ആരല്ല. ഇപ്പം തന്നെ 12 പേര് 3ാമത്തെ ടൈം മത്സരിക്കുക. വീണ ജോർജിന് കൊടുത്തില്ലേ. അപ്പം ഇതൊക്കെയാണോ? ഇതെല്ലാം പറയുന്നതോടുകൂടി പാർട്ടിയുടെ സപ്പോർട്ട് കുറയുകയാണ്. അല്ലേ? പിന്നെ ഒരുപാട് പേരെ ആവശ്യമില്ലാതെ വളർത്തി. എന്തുവരെ പറയുകയാണ്? സലാമിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് സലാമിനെ വളർത്തിയത് ജീസുദാരൻ. അതുകൊണ്ട് വോട്ട് പിടിക്കാൻ പോവാ സലാമിന്. ആ വീട്ടിൽ പറയുക സലാമിനെ വളർത്തിയത് ജീസുദാരനല്ലേ. എന്താ വളർത്തട്ടെ. വളർത്തിയാൽ എന്താ കുഴപ്പം? വളർത്തിയിട്ട് ഒരു കുഴപ്പമില്ല. അതായത് ശരിയായ കാര്യമാണ്. പിന്നെ ഓരോരുത്തരുടെയും ജീവിതം അവരാണ് തീരുമാനിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.